ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും. ബാങ്ക്, SSC, റെയിൽവേ, അതേപോലെ കേരള PSC എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. സോ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എൻ്റെ ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ. സോ എൻ്റെ ക്ലാസ്സുകൾ ഞാൻ പിന്നെ രണ്ട് നോട്ട്സാണ് തരുന്നത്. അതായത് ഒരു പേജ് ഇംഗ്ലീഷിൽ ന്യൂസ് ഞാൻ ഡിസ്കസ് ചെയ്യും. സെയിം ന്യൂസ് നെക്സ്റ്റ് പേജിൽ അതേ ന്യൂസ് ഞാൻ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക്, മലയാളത്തിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, ജഗദീപ് ധങ്കാർ ടേക്സ് ഓത്ത് ആസ് 14th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ജഗദീപ് ധങ്കാർ 14th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ചാർജ് ഏറ്റെടുത്തു. സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊക്കെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. HDFC Bank inks pact with TREDS platform M1 Exchange. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിങ് പ്ലാറ്റ്ഫോം ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിങ് പ്ലാറ്റ്ഫോം എന്നാണ് TREDS എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പ്ലാറ്റ്ഫോം M1 Exchange has tied up with HDFC Bank with an aim to provide more liquidity to small businesses at competitive interest rates. അപ്പോൾ മിതമായ നിരക്കിൽ കൂടുതൽ ബിസിനസ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HDFC ബാങ്ക് ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിങ് പ്ലാറ്റ്ഫോമായ M1 എക്സ്ചേഞ്ച് ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ MOU സൈൻ ചെയ്തിട്ടുള്ളത്. സോ തുടർന്ന് വായിക്കാം. HDFC Bank has partnered with M1 Exchange promoted by Mint Solutions Private Limited to make a debut in the trade receivables discounting system platform. അപ്പോൾ HDFC ബാങ്ക് M1 എക്സ്ചേഞ്ച് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്, പ്രൊമോട്ട് ചെയ്തത് മിൻറ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ടൈം ഒരു ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിങ് പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ടൈം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിൻറ്റ് സൊല്യൂഷൻസ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. HDFC ബാങ്കിൻ്റെ TREDS പ്ലാറ്റ്ഫോമായ M1 എക്സ്ചേഞ്ചിൻ്റെ എഗ്രിമെൻറ്റ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സുനിൽ ഛത്രി, മനീഷ കല്യാൺ നെയിംഡ് മെൻസ് ആൻഡ് വുമൻസ് ഫുട്ബോളർ ഓഫ് ദി ഇയർ. അപ്പോൾ സുനിൽ ഛത്രി അതേപോലെ മനീഷ കല്യാൺ. അപ്പോൾ സുനിൽ ഛത്രി മെൻസ് ഫുട്ബോളിൻ്റെയും അതേപോലെ മനീഷ കല്യാൺ വുമൻസ് ഫുട്ബോളർ ഓഫ് ദി ഇയറുമായിട്ട് കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് വായിക്കാം. മനീഷ കല്യാൺ ആൻഡ് സുനിൽ ഛത്രി ഹാവ് ബീൻ നെയിംഡ് ആസ് 2021-22 AIFF വുമൻസ് ഫുട്ബോളർ ഓഫ് ദി ഇയർ ആൻഡ് 2021-22 മെൻസ് ഫുട്ബോളർ ഓഫ് ദി ഇയർ റെസ്പെക്റ്റീവ്ലി. While Manisha has won the Women's Emerging Footballer of the Year last season, while this is the 7th time that Sunil has won the award, having last won it in 2018-19. അപ്പോൾ ഫുട്ബോളർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് 7ാമത്തെ തവണയാണ് ഇത് സുനിൽ ഛത്രി നേടുന്നത്. മനീഷ കല്യാൺ കഴിഞ്ഞ വർഷത്തെ എമർജിങ് പ്ലെയർ ഓഫ് ദി ഇയർ ആയിരുന്നു കഴിഞ്ഞ സീസണിലത്തെ. സോ സുനിൽ ഛത്രി മെൻസ് ഫുട്ബോളർ ഓഫ് ദി ഇയറും മനീഷ കല്യാൺ വുമൻസ് ഫുട്ബോളർ ഓഫ് ദി ഇയറുമായിട്ട് സെലക്ട് ആയി. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. In a first, SBI formalizes policy to finance makers of lab-grown diamonds. അപ്പോൾ ഫസ്റ്റ് ടൈം SBI ഫോർമലൈസ് ചെയ്തിരിക്കുകയാണ് ഒരു പോളിസി. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് മേക്കേഴ്സിന് ലാബ് ഗ്രോൺ ഡയമണ്ട്സ് അതിൻ്റെ ഫോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് വായിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സോറി ഒരു ഓഫ് ഇടയിൽ അധികം വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നേ ഉള്ളൂ. State Bank of India is the first Indian lender to frame a policy to fund makers of lab-grown diamonds
which come across all replicas of natural stones, but are often looked at with suspicion by high street banks and scoffed at by many traditional diamantaries. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഇന്ത്യൻ ലെൻഡർ ആയിരിക്കുകയാണ്. പോളിസി ടു ഫണ്ട് മേക്കേഴ്സ് ഓഫ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ഉണ്ടാക്കുന്നവരെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ലെൻഡർ ആയിരിക്കുകയാണ് SBI. സോ ലാബ് ഗ്രോൺ ഡയമണ്ട്സ്, അതായത് നാച്ചുറലി എടുത്ത ഡയമണ്ട് അല്ല, ലാബിൽ ഉണ്ടാക്കിയെടുത്ത ഡയമണ്ട്, അതിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് SBI ഫസ്റ്റ് ലെൻഡർ ആയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഫസ്റ്റ് ലെൻഡർ ആയിരിക്കുകയാണ് SBI. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ രാമാധർ സിംഗ് becomes first Indian psychologist on US Heritage Wall of Fame. സോ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിലത്തെ പ്രൊഫസർ രാമാധർ സിംഗ് ഫസ്റ്റ് ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് ആയിരിക്കുകയാണ്. US ഹെറിറ്റേജ് വാൾ ഓഫ് ഫെയിമിൽ ഇടം നേടുന്ന ഫസ്റ്റ് ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് ആയിരിക്കുകയാണ് രാമാധർ സിംഗ്. അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. നമുക്കൊന്ന് വായിക്കാം. ദ എക്സ്ട്രോർഡിനറി കോൺട്രിബ്യൂഷൻസ് ടു സോഷ്യൽ സൈക്കോളജി ആൻഡ് മാനേജ്മെൻറ്റ് ബൈ രാമാധർ സിംഗ്, currently a distinguished university professor at the Amrit Modi School of Management of Ahmedabad University, have been marked on the Heritage Wall of Fame on the Society for Personality and Social Psychology in the United States. He is the only social psychologist to get this honor. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഓൺലി സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഈ ഒരു വാൾ ഓഫ് ഫെയിമിൽ ഇടം നേടുന്ന ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജിസ്റ്റാണ് രാമാധർ സിംഗ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ICAR ഡെവലപ്സ് ഇൻഡിജീനിയസ് വാക്സിൻ ഫോർ ലംപി സ്കിൻ ഡിസീസ് ഇൻ കാറ്റിൽ. അപ്പോൾ കാറ്റിൽസിൻ്റെ ഇടയിൽ, പശുക്കളുടെ ഇടയിലൊക്കെ വരുന്നൊരു ഡിസീസാണ് ഈ ലംപി സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എതിരെ ഒരു വാക്സിൻ നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിച്ചൊരു വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ICAR. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇൻ എ ബ്രേക്ക് ത്രൂ, 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് അഗ്രി റിസർച്ച് ബോഡി ICAR ഹാവ് ഡെവലപ്ഡ് ആൻ ഇൻഡിജിനസ് വാക്സിൻ for lumpy skin disease in cattle, which has spread across many states in the last few months. The center plans to commercialize this vaccine developed by the 2 institutes of the National Institutes of the Indian Council of Agriculture Research at the earliest in order to control the disease. അപ്പോൾ ICAR ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഇൻഡിജിനസ് വാക്സിൻ, ലംപി സ്കിൻ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻ. അതിനെതിരെയുള്ള വാക്സിനാണ് ഇപ്പോൾ ICAR കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മൈക്രോസോഫ്റ്റ് ആൻഡ് ഗവൺമെൻറ് പ്ലാൻസ് ടു ട്രെയിൻ 250,000 സിവിൽ സർവൻസ് ഇൻ കമ്പ്യൂട്ടർ സ്കിൽസ്. അപ്പോൾ മൈക്രോസോഫ്റ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൂടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് 250,000 സിവിൽ സർവൻസിനെ കമ്പ്യൂട്ടർ സ്കിൽസിൽ ട്രെയിൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. Microsoft and the Indian government will collaborate for a program to train nearly 250,000 civil servants in using the company's suite of digital tools. The partnership between the tech giant, the Ministry of Skill Development and Entrepreneurship, and the Capacity Building Commission aims to help civil servants in helping the underprivileged. സോ മൈക്രോസോഫ്റ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതിലത്തെ എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ടെക് ജയൻറ്റ്, അതേപോലെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പും അതേപോലെ കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷനും ഒക്കെയാണ് ഈ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ കൂടെ ട്രെയിൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ സ്കിൽസ്, സിവിൽ സർവൻസിനെ കമ്പ്യൂട്ടർ സ്കിൽസിൽ ട്രെയിൻ ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. മൈക്രോസോഫ്റ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. JDU ലീഡർ നിതീഷ് കുമാർ sworn in as ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ ആൻഡ് RJD ലീഡർ തേജസ്വി പ്രസാദ് യാദവ് ആസ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ. അപ്പോൾ JDU ലീഡറായ നിതീഷ് കുമാർ ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാറായിട്ട് സ്ഥാനമേറ്റെടുത്തു. അതേപോലെ RJD ലീഡറായ തേജസ്വി പ്രസാദ് യാദവ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ടും സ്ഥാനമേറ്റെടുത്തിരിക്കുകയാണ് ബീഹാറിൻ്റെ.
സോ നമുക്കൊന്ന് വായിക്കാം. ജനതാദൾ യുണൈറ്റഡ് ലീഡർ നിതീഷ് കുമാർ വാസ് sworn in as the chief minister of Bihar for a record 8th time. Mr. Kumar was administered the oath of office by Governor Fagu Chauhan at a simple ceremony at the Raj Bhavan in Patna. അതേപോലെ RJD ലീഡർ തേജസ്വി പ്രസാദ് യാദവ് വാസ് sworn in as the deputy chief minister for the second time. അപ്പോൾ സെക്കൻഡ് ടൈമാണ് RJD ലീഡർ തേജസ്വി പ്രസാദ് യാദവ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് സ്ഥാനമേറ്റെടുക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് സിൻഹ ഇനോഗ്രേറ്റ്സ് ഉമ്മീദ് മാർക്കറ്റ് പ്ലേസ് അണ്ടർ അവസർ സ്കീം ഓഫ് AAI. നമുക്കൊന്ന് വായിക്കാം. ഇൻ ജമ്മു ആൻഡ് കശ്മീർ, അപ്പോൾ ജമ്മു ആൻഡ് കശ്മീരിലാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹ ഇനോഗ്രേറ്റഡ് ഉമ്മീദ് മാർക്കറ്റ് പ്ലേസ് അണ്ടർ അവസർ സ്കീം ഓഫ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറ്റ് ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട് യെസ്റ്റർഡേ. അപ്പോൾ അവസർ സ്കീം ഓഫ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അവസർ സ്കീമിൽ ഉമ്മീദ് മാർക്കറ്റ് പ്ലേസ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ലഫ്റ്റനൻറ്റ് ജനറലായ മനോജ് സിൻഹ. അപ്പോൾ അത് ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. സോ എ സിമിലർ മാർക്കറ്റ് പ്ലേസ് വാസ് ഓൾസോ ഓപ്പൺഡ് അറ്റ് ജമ്മു എയർപോർട്ട് ആൻഡ് ബോത്ത് ദ ഔട്ട്ലെറ്റ്സ് വിൽ എക്സിബിറ്റ് പ്രോഡക്ട്സ് ഓഫ് ഓൾ 20 districts. അപ്പോൾ എയർപോർട്ട്സ് ആൻഡ് ബോത്ത് ഔട്ട്ലെറ്റ്സ് വിൽ എക്സിബിറ്റ് പ്രോഡക്ട്സ് ഓഫ് ഓൾ 20 districts. അപ്പോൾ ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് സിൻഹയാണ് ഇനോഗ്രേറ്റ് ചെയ്തത് ഉമ്മീദ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഉമ്മീദ് മാർക്കറ്റ് പ്ലേസ്. അത് അവസർ സ്കീമിൻ്റെ അണ്ടറിലാണ് വരുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണിത് ഇനോഗ്രേറ്റ് ചെയ്തത് ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. US പ്രസിഡന്റ് ജോ ബൈഡൻ എൻഡോഴ്സസ് ഫിൻലാൻഡ് ആൻഡ് സ്വീഡൻസ് ആക്സഷൻ ടു നാറ്റോ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. US പ്രസിഡന്റ് ജോ ബൈഡൻ ഹാസ് സൈൻ ഡോക്യുമെന്റ്സ് എൻഡോഴ്സിംഗ് ഫിൻലാൻഡ് ആൻഡ് സ്വീഡൻസ് ആക്സഷൻ ടു NATO alliance. Sweden and Finland applied for NATO membership in response to Russia's military actions in Ukraine. Moscow has repeatedly warned both countries against joining the alliance. അപ്പോൾ US പ്രസിഡന്റ് ജോ ബൈഡൻ സപ്പോർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫിൻലാൻഡിൻ്റെ സ്വീഡൻ്റെയും ആക്സഷൻ ടു നാറ്റോയിൽ ജോയിൻ ചെയ്യാനുള്ള അവരുടെ പ്രപ്പോസലിനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI ടൈറ്റൻസ് ഡിജിറ്റൽ ലെൻഡിംഗ് നോംസ് ടു പ്രിവെൻറ്റ് ചാർജിങ് ഓഫ് എക്സോർബിറ്റൻറ്റ് റേറ്റ്സ്. അപ്പോൾ RBI ഡിജിറ്റൽ ലെൻഡിംഗ് നോംസ് ടൈറ്റൻ ചെയ്തിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോർബിറ്റൻറ്റ് റേറ്റ്സ് ചാർജ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അധിക റേറ്റുകൾ ചാർജ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റൽ ലെൻഡിംഗ് നോംസിനെ ടൈറ്റൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. RBI to prevent charging of exorbitant rates by certain entities and also check unethical loan recovery practices. Under the new norms, all loan disbursal and repayments are required to be executed only between the bank accounts of borrower and the regulated entities, without any pass-through or pool account of the lending service providers. അപ്പോൾ RBI ഡിജിറ്റൽ ലെൻഡിംഗ് നോംസ് ടൈറ്റൻ ചെയ്തിരിക്കുകയാണ്. എക്സോർബിറ്റൻറ്റ് റേറ്റ്സ് ചാർജ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോംസ് ടൈറ്റൻ ചെയ്യാൻ കാരണം. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഡെഡിക്കേറ്റ്സ് 2G എത്തനോൾ പ്ലാൻ ഇൻ പാനിപ്പറ്റ്. അപ്പോൾ 2G എത്തനോൾ പ്ലാന്റ് പാനിപ്പറ്റിൽ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓൺ ദ ഒക്കേഷൻ ഓഫ് വേൾഡ് ബയോഫ്യൂൽ ഡേ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഡെഡിക്കേറ്റ്സ് ദ സെക്കൻഡ് ജനറേഷൻ എത്തനോൾ പ്ലാന്റ് ഇൻ പാനിപ്പറ്റ്, ഹരിയാന. അപ്പോൾ ഈ ഒരു വേൾഡ് ബയോഫ്യൂൽ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് August 10th. August 10th വേൾഡ് ബയോഫ്യൂൽ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒക്കേഷനിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സെക്കൻഡ് ജനറേഷൻ എത്തനോൾ പ്ലാന്റ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് പാനിപ്പറ്റ്, ഹരിയാനയിൽ. സോ the 2G biofuel plant has been set up to strengthen the efforts to boost the production and usage of biofuels in the country.
The ethanol plant has been developed by Indian Oil Corporation Limited at an estimated cost of over 900 crore. അപ്പോൾ 900 കോടി രൂപയുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റിലാണ് ഇത് ഈ ഒരു എത്തനോൾ പ്ലാന്റ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദി. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് എക്സ്റ്റൻഷൻ ഓഫ് PMAY അർബൻ ടിൽ 31st December 2024. അപ്പോൾ PMAY അർബൻ, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ, അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ടൈം ലൈൻ 31st December 2024 എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, അപ്രൂവ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. നമുക്കൊന്ന് വായിക്കാം. യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് ദ കോണ്ടിന്യൂവേഷൻ ഓഫ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ഹൗസിംഗ് ഫോർ ഓൾ മിഷൻ അപ് ടു 31st December 2024. Financial assistance is being provided for the completion of already sanctioned over 122 lakh houses till 31st March 2022. The scheme is one of the major flagship programs being implemented by central government. അപ്പോൾ ഇതൊരു വൺ ഓഫ് ദ മേജർ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണിത്. അപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് എക്സ്റ്റൻഷൻ ഓഫ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ്റെ ടൈം ലൈൻ, അത് 31st December 2024. അപ്പോൾ അതിന് ആ ഒരു പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അണ്ടറിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. കംപ്ലീഷൻ ഓഫ് 122 lakh ഹൗസസ് ടിൽ 31st March 2022. അപ്പോൾ 2022 വരെ 122 lakh ഹൗസസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. CA ഭവാനി ദേവി ബാഗ്സ് ഗോൾഡ് അറ്റ് കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് 2022. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് കൺക്ലൂഡായി. അപ്പോൾ അതിൽ ഭവാനി ദേവി ഗോൾഡ് മെഡൽ നേടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫെൻസിങ്ങിൽ. അപ്പോൾ ഈ ഫെൻസിങ് ഗെയിം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു സ്വാഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു കളിയാണ്. സോ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. ഫെൻസിങ് അടിച്ചു കൊടുത്താൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ദ ഭവാനി ദേവി ഹു ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ഫെൻസർ ടു ക്വാളിഫൈ ഫോർ ദ ഒളിമ്പിക്സ് വൺ എ ഗോൾഡ് മെഡൽ അറ്റ് ദ കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് 2022. ഷീ ഡിഫീറ്റഡ് ഓസ്ട്രേലിയാസ് വെറോണിക്ക വാസിലേവ. അപ്പോൾ ഓസ്ട്രേലിയയിലത്തെ വെറോണിക്ക വാസിലേവനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഭവാനി ദേവി കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ് നേടിയിരിക്കുന്നത്. 15-10 in the finals of a senior women's sabre individual category. 15-10 എന്ന സ്കോറിലാണ് ഭവാനി ദേവി കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത് അപ്പോയിൻറ്റഡ് ആസ് 49th ചീഫ് ജസ്റ്റിസ് ഓഫ് ദ കൺട്രി. അപ്പോൾ ജസ്റ്റിസ് ആയ ഉദയ് ഉമേഷ് ലളിത്തിനെ 49th ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. 49th ചീഫ് ജസ്റ്റിസ് ആണ് ഉദയ് ഉമേഷ് ലളിത്, UU ലളിത്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രസിഡന്റ് ദ്രൗപതി മുർമു ഹാസ് അപ്പോയിൻറ്റഡ് ജസ്റ്റിസ് ആസ് ദ 49th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ CJI. He will take over the charge on 27th of this month. അപ്പോൾ August 27th ചാർജ് ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. The present CJI ചീഫ് ജസ്റ്റിസ് NV രമണ will retire on 26th August. അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ 26 ഓഗസ്റ്റിന് റിട്ടയർ ചെയ്യും. അത് റിട്ടയർ ചെയ്തതിൻ്റെ അടുത്ത ദിവസം തന്നെ ടേക്ക് ചാർജ് ചെയ്യും. ഉദയ് ഉമേഷ് ലളിത് ടേക്ക് ചാർജ് ആസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, 49th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. So Justice Uday Umesh Lalita was appointed as judge in Supreme Court of India in August 2014. അപ്പോൾ സുപ്രീം കോർട്ട് ജഡ്ജ് ആയിരുന്നു. 2014 സുപ്രീം കോർട്ട് ജഡ്ജായിട്ട് അപ്പോയിൻ്റ് ആയത് ഉദയ് ഉമേഷ് ലളിത്. ഇപ്പോൾ 49th ചീഫ് ജസ്റ്റിസ് ഓഫ് ദ കൺട്രി ആയിരിക്കുകയാണ് ഉദയ് ഉമേഷ് ലളിത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവരിവൺ.